സമയം രാത്രി 11 മണി കഴിഞ്ഞിരുന്നു. ജെയ്ക്ക് ഒരു കോളേജ് വിദ്യാർത്ഥിയും പാർട്ട് ടൈം പിസ്സ ഡെലിവറി ചെയ്യുന്നവനുമായിരുന്നു. ആ രാത്രിയിലെ അവസാന ഓർഡറായിരുന്നു അത്. അവൻ റെസിപ്റ്റ് നോക്കി. ഓർഡർ നമ്പർ 842, പള്ളിക്കുന്ന്. അവൻ അതിശയിച്ചു. കാരണം ആ സ്ഥലം ടൗണിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. പോരാതെ അവിടെയുള്ള വീടുകൾ എല്ലാം പഴയതും ഉപേക്ഷിച്ചതുമാണ്. എങ്കിലും $20 എന്നത് ഒരു നല്ല തുകയാണ്. ആ ഇരുണ്ട് മൂടിയ കാലാവസ്ഥയിൽ മഴ ശക്തമായി പെയ്യുമ്പോൾ ജെയ്ക്ക് ചെരിഞ്ഞ പാതകളിലൂടെ ഡ്രൈവ് ചെയ്തു. GPS അവനെ 2 തവണ ചതിച്ചു. അവസാനം അവൻ എങ്ങനെയൊക്കെയോ ടൗൺ കഴിഞ്ഞുള്ള ആ പള്ളിക്കുന്നിലേക്കുള്ള റോഡിലെത്തി. മുന്നോട്ട് നീങ്ങുമ്പോഴെല്ലാം ശൂന്യത. 1 2 വീടുകൾ മാത്രം. ആ വീടുകളാണെങ്കിൽ എല്ലാം പഴയതായിരിക്കുന്നു. കാലങ്ങളായി ആരും താമസമില്ലാത്തതുപോലെ. വഴിയുടെ അവസാനമെത്താറായി. മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ വീട്. തൊട്ടടുത്താണെങ്കിൽ ഒരു ആഴമുള്ള കിണറും പോരാത്തതിന് ഒരു ശ്മശാനവും. പെയിന്റിളക്കി പോകുന്ന ചുമരുകൾ, പിളർന്ന കിളിവാതിലുകൾ, മുട്ടോളം വളർന്നു പന്തലിച്ച ചെടിപടലങ്ങൾ. അവനെ അത് ആരോ ഉപേക്ഷിച്ചതുപോലെ തോന്നി. എങ്കിലും മുകളിലെ ജാലകത്തിൽ നിന്നും ഒരു ഇളം വെളിച്ചം. അവൻ ആ റെസിപ്റ്റ് വീണ്ടും പരിശോധിച്ചു. 842 പള്ളിക്കുന്ന്. അത് തന്നെയാണ് വിലാസം. ഒരു കയ്യിൽ പിസ്സ ബോക്സ് പിടിച്ചുകൊണ്ട് അവൻ ആ വാതിലിലേക്ക് നടന്നു. കോളിംഗ് ബെൽ അമർത്തി. ഒരനക്കവുമില്ല. കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ വാതിൽ അല്പം തുറന്നു. വാതിലിന് പിന്നിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 വയസ്സുണ്ടാകും. ചുളിഞ്ഞ ദേഹവും കൂർത്ത കണ്ണുകളും. ഒരു നരച്ച കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സ്ത്രീയുടെ ശബ്ദം പതുങ്ങിയതും പേടിപ്പെടുത്തതുമായിരുന്നു. ഒടുവിൽ ആ സ്ത്രീ ഒരു ചുളിഞ്ഞ 500 രൂപയുടെ നോട്ട് കൈമാറി. ജെയ്ക്ക് ചെറിയൊരു പുഞ്ചിരിയോടെ പിസ്സ ബോക്സ് നൽകി. പിസ്സ ബോക്സ് നൽകിയിട്ടും ഒരു ഭാവവ്യത്യാസമില്ലാതെ നിൽക്കുന്നു. വന്ന മുതൽ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കുന്നു. മറുപടിയൊന്നും പറയാതെ ബോക്സ് വാങ്ങി വാതിലങ്ങ് അടച്ചു. ജെയ്ക്ക് സ്കൂട്ടറിനരികിലേക്ക് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവൻ ഓടി വരുന്ന സമയത്ത് 2 പിസ്സ കണ്ടതുപോലെ. അതെങ്ങനെ ശരിയാകും? അവൻ ആകെ 2 പിസ്സയെ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അതിൽ 1 കൊടുക്കുകയും ചെയ്തു. പിന്നെ എവിടുന്നാണ് രണ്ടാമത്തത്? അവൻ ആ പിസ്സ ബോക്സ് എടുത്തു. അഡ്രസ് നോക്കി. അവൻ ആശ്ചര്യപ്പെട്ടു. 842 പള്ളിക്കുന്ന്. അവൻ ആ സ്ത്രീക്ക് കൊടുത്ത പിസ്സ ബോക്സ് ആ പാസഞ്ചർ സീറ്റിൽ തന്നെ ഇരിക്കുന്നു. അവൻ ഞെട്ടി. ആ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. വാതിൽ അടച്ചിരിക്കുന്നു. മുകളിലെ ജാലകത്തിൽ വെളിച്ചം കെട്ടിരിക്കുന്നു. ആരെയും കാണുന്നുമില്ല. അവൻ ബോക്സ് എടുത്തു. അതിപ്പോഴും ചൂടായിരിക്കുന്നു. തിരിച്ചു പോകണമോ വേണ്ടയോ എന്നവൻ ചിന്തിച്ചു. എന്നാൽ അവൻ്റെ ഉള്ളിലെ ആവേശം അതിന് മടി പറഞ്ഞു. ഒടുവിൽ അവൻ വണ്ടിയെടുത്തു പോയി. അടുത്ത ദിവസം ജെയ്ക്ക് തന്നെ മാനേജറെ സമീപിച്ചു. പള്ളിക്കുന്നിലേക്ക് ഒരു ഓർഡർ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? വർഷങ്ങളായി ആ ഭാഗത്ത് ഓർഡർ പോയിട്ടില്ല എന്നായിരുന്നു മാനേജറുടെ മറുപടി. ജെയ്ക്കിനെ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൽ തിരയാൻ അവൻ ആരംഭിച്ചു. ജെയ്ക്ക് ഓർഡർ ഹിസ്റ്ററി പരിശോധിച്ചു. അങ്ങനെ ഒരു ഓർഡറേ ഇല്ല. അത് ആരോ സിസ്റ്റത്തിൽ നിന്നും മായ്ച്ചിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ജെയ്ക്ക് 2 കൽപ്പിച്ച് ആ പള്ളിക്കുന്നിലേക്കുള്ള റോഡിലേക്ക് മടങ്ങി. ഒറ്റപ്പെട്ട റോഡിലൂടെ അതിവേഗം അവൻ പാഞ്ഞു. താൻ കണ്ട റോഡുകളേക്കാൾ മോശമായിരിക്കുന്നു അത്. പുല്ലുകളെല്ലാം ഒരു മനുഷ്യ ശരീരത്തിനൊപ്പം എത്തി. റോഡിൻ്റെ അവസാനത്തിൽ താൻ കണ്ടതുപോലെ ഒരു വീട് ഇപ്പോൾ കാണാനില്ല. ജെയ് സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി കണ്ണോടിച്ചു നോക്കി. വെറും ഒരു ഒഴിഞ്ഞ ഭൂമി മാത്രം. ആ വീട് കാണാനേയില്ല. അടിത്തറ പോലുമില്ല. പുല്ലുകൾ മാത്രം. അത് തൻ്റെ ഒരു സ്വപ്നമായിരിക്കുമെന്ന് കരുതി മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു. പോവാൻ വേണ്ടി സ്കൂട്ടറിൻ്റെ താക്കോൽ കീശയിൽ നിന്നും എടുത്തപ്പോൾ അവൻ ഞെട്ടി. കാരണം ആ താക്കോലിനൊപ്പം ഒരു ചുളിഞ്ഞ പേപ്പർ കൂടി ഉണ്ടായിരുന്നു. വെറുമൊരു പേപ്പർ മാത്രമായിരുന്നില്ല അത്. അത് ഒരു 500 രൂപയുടെ നോട്ടായിരുന്നു. തനിക്ക് നല്ല കണ്ടുപരിചയമുള്ള ഒരു നോട്ട്. അത് മറ്റൊന്നായിരുന്നില്ല. ആ സ്ത്രീ തന്ന നോട്ടായിരുന്നു അത്. പക്ഷേ ആ നോട്ടിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇന്ത്യൻ റുപ്പി നോട്ട് സീരീസ് 1934 എന്ന് എഴുതിയിരിക്കുന്നു. 1934. അവൻ ആകെ ആശ്ചര്യപ്പെട്ടു. ആ നോട്ടിൻ്റെ പിന്നിൽ മറ്റൊന്നും കൂടി എഴുതിയിരിക്കുന്നു. എന്താണെന്ന് വായിക്കാൻ നിൽക്കവേ ശക്തമായ കാറ്റ് വീശാൻ ആരംഭിച്ചു. ആകാശം ഇരുട്ടിൽ മൂടി. മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. അവൻ ആ നോട്ട് അടുത്തേക്ക് പിടിച്ചു വായിക്കാൻ ശ്രമിച്ചു. ആ വരികൾ വായിച്ചതും അവനിൽ ഭയമുണ്ടാക്കി. അശക്തമായ കാറ്റിൽ ആ നോട്ട് അവൻ്റെ കയ്യിൽ നിന്നും പറന്നുപോയി. ആ നോട്ട് പോയി പതിച്ചത് അവൻ്റെ സ്കൂട്ടറിൻ്റെ കണ്ണാടിയിൽ. ജെയ്ക്കിൻ്റെ ഉള്ളിൽ പേടി അതിഭയാനകമായി കടന്നുകൂടി.
അവൻ തൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് അതിവേഗം അവിടെ നിന്ന് പോയി. അതിനുശേഷം പള്ളിക്കുന്നിൽ നിന്നും ഒരു ഓർഡർ അവന് ലഭിച്ചിട്ടില്ല. എന്നാലും ആ സ്ഥലത്തെ പറ്റി അറിയാനുള്ള വ്യഗ്രത മൂലം ജേക്ക് പള്ളിക്കുന്നിലെ കുറിച്ചുള്ള വിവരങ്ങൾ തേടാൻ ആരംഭിച്ചു. അങ്ങനെ ഒടുവിൽ ഒരു പഴയൊരു ഫയലിൽ എത്തിപ്പെട്ടു. അതിൽ നിന്ന് 1948 ഒരു ഫോട്ടോ കിട്ടി. അക്കാലത്തെ ഒരു തീപിടുത്തം മൂലം കത്തിയമരപ്പെട്ട വീട്, അവൻ്റെ ഓർമ്മയിലുള്ള അതേ വീട്. ആ പത്രവാർത്ത ഇങ്ങനെയായിരുന്നു: പള്ളിക്കുന്നിലെ ഗ്യാസ് പൊട്ടിത്തെറി മൂലം അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. പള്ളിക്കുന്നിലെ സമീപത്തെ സേവ്യസ് പള്ളിക്കടുത്താണ് സംഭവം. 50-കാരിയായ അമ്മയും 11-കാരനായ മകനുമാണ് മരണമടഞ്ഞത്. തലയിൽ ആഴത്തിലുള്ള മുറിവുള്ളതിനാൽ അതൊരു മർഡർ കേസ് ആവാനുള്ള സാധ്യതയുണ്ടെന്നും കൂടി പോലീസ്. അന്നേ ദിവസം രാത്രിയിൽ സംഭവത്തിന് അരമണിക്കൂർ മുന്നേ ഒരു അസാധാരണ രീതിയിൽ ഒരു പിസ്സ ഡെലിവറി ബോയ് ആ വീടിന് മുൻപിൽ നിന്ന് ഇറങ്ങി വരുന്നത് നാട്ടുകാർ കണ്ടെന്ന് പറയുന്നു. ഇതായിരുന്നു ആ വാർത്ത. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെയും ആ പിസ്സ ബോയെ പോലീസിന് പിടികിട്ടിയിട്ടില്ല. അന്നു തൊട്ട് ഓരോ വെള്ളിയാഴ്ചയും പിസ്സ ഓർഡർ ആ വീട്ടിൽ നിന്ന് വരുമായിരുന്നു, ഒരു വലിയ ചീസ് പിസ്സ. മരണശേഷവും ആ സ്ത്രീ തൻ്റെ മകനെ കൊന്ന പ്രതികാരത്തിന് വേണ്ടി അലയുകയാണെന്ന് തോന്നുന്നു.